ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ സ്വിഗ്ഗിയിലൊക്കെ ജോലി ചെയ്യണ കുറേ ആൾക്കാർ പറഞ്ഞാണ് അവരുടെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് കാരണമെന്ന് പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടത്. ഈ ഫോൺ ഹോൾഡറില്ലേ, ആ ഫോൺ ഹോൾഡർ ഓൺ ആയിരുന്ന് അതിൻ്റെ ചാർജ് ലീക്കായി പോകണതാണ്. അതിൽ കൂടെ ചാർജ് കയറി പോണതാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കൊരു ട്രിക്ക് കിട്ടിയത്. അപ്പോൾ അത് ചെയ്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന്, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് പോവാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്വിച്ച് ഉണ്ട്. ഇത് ഓണായി കിടന്നാണ് എല്ലാവരെയും ചാർജ് പോണത്, മിക്ക വണ്ടിയിലും. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ഇവിടെ ആയിട്ട് ഒരു സ്വിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് അത് ഓണാക്കി ഓഫാക്കുകയും ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ വെക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് മേടിക്കണം. അപ്പോൾ ബൈക്കിൻ്റെ പായസം വയ്ക്കുന്ന എല്ലാ കടയിലും ഈ ഒരു സ്വിച്ച് കിട്ടും. ഇതിന് ഏകദേശം ഒരു 60 രൂപയാണ് വില വേണത്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഇതേപോലെ 2 വയറുള്ള മാത്രം നോക്കി മേടിക്കുക, ഓൺ ഓഫ് മാത്രം ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് സ്വിച്ച് വെക്കാനായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് എളുപ്പം അവിടെ വയ്ക്കാം. ഇപ്പം ഞാൻ ഇവിടെ ആയിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെയാണ് വയ്ക്കാൻ പോകുന്നത് ഞാൻ സ്വിച്ച്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് താഴെ ഇവിടെ കണ്ട് ഈ ഒരു ഭാഗത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ വെക്കാൻ നോക്കിയപ്പോൾ വയർ തട്ടണുണ്ട്, അതുകൊണ്ട് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഈ ബാക്കിലത്തെ 2 സ്ക്രൂ ഊരി മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു സാധനം ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് സ്വിച്ച് എടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഇതേപോലെ ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ 2 സ്ക്രൂ എടുത്ത് നല്ലതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്വിച്ച് ഇപ്പോൾ നല്ലവരത്തെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്വിച്ചിൻ്റെ ഈ ഒരു വയർ എടുത്ത് നമ്മൾ ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ഇടയിൽ കൂടെ താഴോട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കേബിളൊക്കെ പോയേക്കണം, അതുവഴി തന്നെ ഞാൻ ഈ കേബിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയർ നേരെ നമ്മൾ താഴെ കൊണ്ടുവന്ന ശേഷം നമ്മൾ ഈ ഹോൾഡറിൻ്റെ ഉയറുണ്ടല്ലോ, ആ ഉയറിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കണം. ഈ ഉയർ ഇതാണ് എൻ്റെ വണ്ടിയുടെ ഹോൾഡറിൻ്റെ ഉയർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കണം. ഇനി നമുക്ക് ഈ 2 ഉയറിൻ്റെ ഈ ഫ്ലക്ക് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ 2 ഉയറിൻ്റെ ഇൻസുലേഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ ഹോൾഡറിൻ്റെ ഉയർ മാറ്റണം, ഉയറിൻ്റെ ഇൻസുലേഷൻ മാറ്റണം. അപ്പോൾ അത് മാറ്റുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഉയർ കട്ടാവാതെ. അതിൻ്റെ അകത്ത് 2 വയർ കാണും. അതിൽ ഒന്ന് പോസിറ്റീവും നെഗറ്റീവാണ്, അതായത് ചുവപ്പ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവാണ്. ഇനി നമുക്ക് അതിൻ്റെ പോസിറ്റീവ് വയർ കട്ട് ചെയ്യാം, അതായത് ചുവപ്പ് വയർ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസുലേഷൻ മാറ്റിയെടുക്കാം. നിങ്ങൾ വയർ കട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ ബോഡിയായിട്ട് ടച്ച് ആവാതെ നോക്കുക. ബാറ്ററി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വയർ നമ്മൾ നേരെ സ്വിച്ചിലോട്ട് കൊടുത്തിട്ട് സ്വിച്ചിൽ നിന്ന് പറഞ്ഞ വയർ നമ്മൾ നേരെ ഫോൺ ചാർജറിലോട്ട് കൊടുത്തു. ഇനി നമുക്ക് ടാപ്പ് വെച്ച് അത്ര ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് പണി ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓണാക്കാം. ഓണാക്കണ മുമ്പേ നിങ്ങൾ ഹോൾഡറിൻ്റെ സ്വിച്ച് ഓണാക്കി വെച്ചേക്കാൻ മറക്കല്ല്. അത് ഓണാക്കിയെങ്കിലേ ഇത് ഓണാക്കിയാൽ വർക്കാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കുറിച്ച് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമ്മൾ 100ാമത്തെ വീഡിയോ ആയിരുന്നു. 100ാമത്തെ വീഡിയോ ഞാൻ വലുതായിട്ടൊക്കെ വല്ലതും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിയൊക്കെയാണ്, ഗെയിമിംഗ് ചാനലാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, ഇടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.